அப்போ இந்தியாவில் உயிரோடு இருக்கிற ஒரே ஒரு கிராண்ட் சார். 2 பேர், ஒன்று நான், என் மகன் வெற்றி. இஸ் ஆல்சோ கிராண்ட் சன். உலகத்திலேயே மிகப்பெரிய வெற்றிக்காரன். ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂപ്പസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ DRZ കപ്പിൻ്റെ നോക്കൗട്ട് മത്സരമാണ് കേട്ടോ. സോ റൗണ്ട് ഓഫ് 32 ആണ് ഇന്ന് നമുക്ക് കളിക്കാനുള്ളതും. സെനോൺ സ്പോർട്സ് ആയിട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം അവരായിട്ടായിരുന്നു. ആ കളി ഞാൻ തോറ്റി. സോ ഇന്ന് എന്തായാലും റൗണ്ട് ഓഫ് 32 ആണ് ഗൈസ്. സോ ഇന്ന് നമുക്ക് മത്സരിക്കാനുള്ളത് നമ്മുടെ സെനോൻ്റെ ഒപ്പം തന്നെയാണ്. സോ സെനോൺ സ്പോർട്സിലെ മൈക്കിളിൻ്റെ ഒപ്പമാണ് നമ്മുടെ കളി. സോ ചെക്കൻ എന്തായാലും വന്നിട്ട് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് കൊടുക്കുക ഗൈസ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ എന്തായാലും എടുത്ത് നോക്കാം. അപ്പോൾ പപ്പി മൈക്ക് എന്നാട്ടോ അവൻ്റെ പേര്, പപ്പി മൈക്ക്. സോ ചെക്കൻ്റെ റാങ്കിങ് 249 കേട്ടോ വേൾഡ് റാങ്കിങ്. സോ അത്യാവശ്യം കടുപ്പുള്ള ഒരു പ്ലെയറിനെയാണ്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇന്നത്തെ കളിയും കാര്യങ്ങളൊക്കെ എന്താവുമെന്ന്. സോ എന്തായാലും വിന്നെടുക്കണം, കാരണം റൗണ്ട് ഓഫ് 32 ആണ്. ടഫായിരിക്കും കോമ്പറ്റീഷൻ. ബട്ട് ഇതിൽ എൻ്റെ പെർഫോമൻസ് കുറച്ച് തന്നെയാണ്, മോശം തന്നെയാണ് ഈ ടൂർണമെൻറ്റിൽ. നമ്മളിപ്പോൾ 2 കളി ഇട്ടില്ലേ, 2 കളിയും തോറ്റതൊക്കെ ഞാൻ ഇട്ടില്ലേ. സോ പെർഫോമൻസ് കുറച്ച് ഡാർക്ക് തന്നെയാണ്. എന്തായാലും നോക്കുക. അത് സാധാരണ അങ്ങനെയാണ്. റാങ്ക് പുഷിൽ നമ്മൾ നന്നായി കളിക്കുമ്പോൾ ഇതിൽ ടൂർണമെൻറ്റിൽ പോകും. ടൂർണമെൻറ്റ് നന്നായി കളിക്കുമ്പോൾ ഡിവിഷൻ മാച്ച് പോകും. അതാണ് പ്രശ്നം. സോ എന്തായാലും ഓക്കെ, കറങ്ങി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യാറുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തിട്ടോ ഗൈസ്. സോ നമ്മുടെ ആളുടെ സ്റ്റേഡിയത്തിലാണ് കളി, നമ്മുടെ സെനോൻ്റെ AC മിലാൻ. ജേഴ്സി തന്നെ മതി, മാറ്റൊന്നും വേണ്ട. സോ നമ്മുടെ സ്കോഡ് ഇതാ. ഇതിൽ വലിയ മാറ്റങ്ങൾ ആവശ്യമില്ല, ഇത് ഓക്കെയാണ്. ഒപ്പോ ബാജിയോ ഗുള്ളിച്ചും റൂമിയാണ് കേട്ടോ ഫ്രണ്ടിൽ. മിഡ്ഫീൽഡ് ക്രോയിഫ്, പിർലോ, ബാക്കും സെറ്റാണ്. കട്ടക്കേട്ടാ. എന്തായാലും നോക്കി നോക്കുക ഗൈസ്. ഓക്കെ, ടീമുകൾ വന്ന് നിൽക്കുന്നുണ്ട്. സംഭവം ഇതൊക്കെ ഇപ്പോൾ രസമായി, മറ്റേ പോലെ ആയിപ്പോൾ. ഫെബ്രിക്കസ് ഉണ്ടോ അവൻ്റെ മാനേജർ? ഫ്രീ കിട്ടിയ ഫെബ്രിക്കസ് ഉണ്ടല്ലോ, അതാണ് അവൻ്റെ മാനേജർ കേട്ടോ. സോ പറയാൻ പറ്റില്ല, ഞാൻ അതിനെതിരെ അധികം കളിച്ചിട്ടില്ല, പണി കിട്ടുമെന്നാവും. അപ്പോൾ അവൻ്റെ ടച്ചാണ് കേട്ടോ ഗൈസ്, ഓൻ്റെ ടച്ചാണ്. റുമി ടു വിയേര, ഓക്കെ. മാൾഡീനി ടു ഫെർണിനാണ്ടാണ്, ഓക്കെ. തൂറം ആൻഡ് ഇറ്റ്സ് ക്രോയിഫ്, ബാജിയോ, റൂമിനിങ്, ഗുള്ളിച്ച്, ഓക്കെ. നമ്മുടെ അടുത്തുണ്ട് മാൾഡീനി ആൻഡ് ഇറ്റ്സ് തൂറം ടു മെസ്സി, നൈസ് പാസ്, ഓക്കെ. ത്രൂ ബോൾ ടു സിദോർഫ് ടു റൊണാൾഡോ ആൻഡ് ഇറ്റ്സ് നെഡ്വേഡ് ഫേക്ക് ഇട്ടുണ്ട്, ഓക്കെ. അടുപ്പിച്ച് നോക്കാം, ഓക്കെ. നെഡ്വേഡ്. എടാ ബാർ കഴിഞ്ഞ കളി തന്നെയാണല്ലോ, ബാറും അടിച്ചാൽ തന്നെ വീട്ടിൻ്റെ. ഓക്കെ, ബാജിയോ, എൻ്റെ പൊന്നളിയ. ത്രൂ ബോൾ ടു റുമി. അവിടെ ബാറും അടിച്ച സാധനം ഇവിടെ വന്ന് ബാറും അടിച്ച് ഗോളായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്താ പറയുക, മികച്ചൊരു തുടക്കം തന്നെ പറയാം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ നൈസായിട്ടൊന്ന് മൂഞ്ചിയുണ്ട്, കുഴപ്പമില്ല. ആൻഡ് ഇറ്റ്സ് വിയേര, ഓക്കെ. റൊണാൾഡോ ആൻഡ് ഇറ്റ്സ് നെഡ്വേഡ്. എടാ പക്ഷേ സിദോർഫിലേക്ക് പോയത്, റൊണാൾഡോക്ക് വെച്ചിനാ പക്ഷേ. ആൻഡ് ഇറ്റ്സ് ബാജു അഗെയിൻ, ബാജു ആണ് ഗൈസ്. ബാജു വെച്ച് ഗുള്ളിറ്റ് ആൻഡ് ഇറ്റ്സ് ക്രോയിഫ്. നമ്മുടെ അടുത്തുണ്ട് മാൾഡീനി ആൻഡ് ഇറ്റ്സ് സിദോർഫ്. മിസ് പാസ്. ഓക്കെ, വിയേരയാണ്, ഓക്കെ. റൊണാൾഡോ ആൻഡ് ഇറ്റ്സ് നെഡ്വേഡ്. പുറത്തേക്ക് വരാം, ഓക്കെ. നെഡ്വേഡാണ്, തിരിയാം, ഓക്കെ. നൈസ് വൺ, ഓക്കെ. നൈസ്. എടാ കോസ്റ്റക്കോട്ടെ എവിടെ പോയി എടുക്കുകയാണ്, ഓക്കെ. സിദോർഫ് ആൻഡ് ഇറ്റ്സ് നെഡ്വേഡ്, ഓക്കെ. റൊണാൾഡോ, വിയേര, മിസ് പാസ് അഗെയിൻ. പിർലോ ആണ് ഗൈസ് ആൻഡ് ഇറ്റ്സ് ക്രോയിഫ്, വിയേര. റെഡി തന്നെ കോസ്റ്റക്കോട്ടെ. ക്രോയിഫിക്കന്നെ പോയത് അവൻ്റെ, ഓക്കെ. കോസ്റ്റക്കുട്ടിയാണ് ഗൈസ് ആൻഡ് ഇറ്റ്സ് സിദോർഫ് ആൻഡ് ഇറ്റ്സ് നൈസ് പാസ് ടു മെസ്സി. അഗെയിൻ മിസ് പാസ് ആണ് ഗൈസ്. മിസ് പാസിൻ്റെ ഒരു പൂരം തന്നെ ഉണ്ട് കേട്ടോ, ഓക്കെ. ക്രോയിഫാണ്. ലോഫ്റ്റഡ് ആണ് ഗൈസ്. റുമിനിങ് ആണ്, എൻ്റെ പൊന്നാളിയ. ഒന്നും പറയാല്ല. 2-0 സ്പ്ലിറ്റിംഗ് പാസ് വരുമ്പോൾ ഞാൻ മൂഞ്ചുണ്ട് നന്നായിട്ട്. കുഴപ്പമില്ല ഗൈസ്. 0 ഫാൻ റുമി അടി തന്നെ, ഓക്കെ. നൈസ്. സിദോർഫ്
ആൻഡ് ഇറ്റ്സ് നെഡ്വേഡ്. ഓക്കെ സിദോർഫ് ഉണ്ട് അവിടെ. ഓക്കെ കട്ട് ബാക്ക് വെക്കാം. എടാ ഇന്റർസെപ്റ്റ് ചെയ്ത് ഫെർഡി ദൂരമാണ്. ഓക്കെ ത്രോ ഉണ്ടോ ഗൈസ്. 28 മിനിറ്റ് 2-0. അടിപൊളി. ആൻഡ് ഇറ്റ്സ് റൂമിനിങ്. അഗെയിൻ മിസ് പാസ് ആണ് ഗൈസ്. ലോട്ട് ഓഫ് മിസ് പാസസ്. കളി ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ കോസ്റ്റക്കുട്ട. എടാ എന്താടാ ഇത്. ഓക്കെ നമ്മുടെ അടുത്തുണ്ട് വിയേര. സിദോർഫ് എടാ നോക്കി കൊടുക്കട്ടെ. പണ്ടാറസ്റ്റ് ഞാൻ എന്തോ ഇതുപോലെ കളിക്കുന്നു. ഓക്കെ തൂറെടുത്തുണ്ട്. നെഡ്വേഡ്. ഓക്കെ ലോഫ്റ്റർ കളിച്ചിട്ടുണ്ട് മെസ്സിക്ക്. ബട്ട് അത് മിസ് പാസ് ആണ് ഗൈസ്. ആൻഡ് ഇറ്റ്സ് ഡിറ്റക്ക് പോയി. സോ ഗൈസ് കളി അട്ടവട്ടെല്ലാം മൂഞ്ചിട്ടാണ് തുടങ്ങിക്കണെന്നെ. എന്താവോ അഗെയിൻ ആൻഡ് ഇറ്റ്സ് കോസ്റ്റക്കോട്ടെ പിടിക്കും മോനെ. ഏയ് എടാ നിക്കടാ. ഓക്കെ ക്രോയിഫ് ആൻഡ് ഇറ്റ്സ് ബാജിയോ ഓൺ ദ കാമൻ ഗോൾ. ഭാഗ്യം. ആൻഡ് ഇറ്റ്സ് നെഡ്വേഡ് അഗെയിൻ. നെഡ്വേഡ് ടു മെസ്സി. ഷെടാ അത് ഫുൾ മിസ് പാസ് ആണല്ലോ. എന്ത് വെച്ച് രമണ. അഗെയിൻ ഇറ്റ്സ് റൂമി. അടിപൊളി. ഓക്കെ ക്രോയിഫ്. ഓക്കെ അമ്മ എടുത്തുണ്ട് തൂറം. ആൻഡ് ഇറ്റ്സ് റൂമിനിങ്. റൂമി ടു മിസ്. അവിടെയും പോയി. എടാ എന്താ അത് ലോട്ട് ഓഫ് മിസ് പാസസ്. ഒന്നും പറയല്ല. മൂഞ്ചിയ കളി. സോ ഫസ്റ്റ് ഹാഫ് തന്നെ നമ്മൾ ഒരു മൂഞ്ചിയ കളി കളിച്ച് പറയാം. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇത്ര മൂഞ്ചിയ കളി കളിക്കുന്നത് എൻ്റെ ഒരു ഓർമ്മയിൽ. കാരണം ഒരു പ്രോപ്പർ അറ്റാക്ക് പോലും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആകെ ചെയ്താൽ ഫസ്റ്റത്തെ ഒരു ഷോട്ട് ബാറും അടിച്ചു പോയതാണ്. എന്തായാലും സെക്കൻഡ് ഹാഫ് നോക്കി നോക്കാം. 2-0 ഇങ്ങനെ കളിക്കാണ്ട് ഒരു 4 എണ്ണം കയറി മിക്കവാറും എനിക്ക്. എൻ്റെ പൊന്നടിയാം ഭയങ്കര മൂഞ്ചി കളി കേട്ടോ. ഒന്ന് ഇമ്പ്രൂവ് ആക്കി എടുക്കണല്ലേ ശരിയാവില്ല. ഓക്കെ റൂമി ആൻഡ് ഇറ്റ്സ് വിയേര. സിദോർഫ്. ലോഫ്റ്റഡ് ടു റൂമി ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ. നെഡ്വേഡ്. ഓക്കെ ഗൈസ് നെഡ്വേഡ് ആണ്. റൊണാൾഡോക്ക് വെക്കാം. അഗെയിൻ ഫെർഡിയുടെ ഇൻ്റർസെപ്ഷനാണ്. ലോഫ്റ്റർ കളിച്ച റൂമിക്ക്. ആൻഡ് ഇറ്റ്സ് ക്രോയിഫ് അഗെയിൻ. ഫെർഡി മേക്കിംഗ് അല്ല റൂമിയോ മേക്കിംഗ് എ റൺ. ആൻഡ് ഇറ്റ്സ് എ ടോപ്പ് ബോളാണ് അവൻ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് റൂമിനിങ്. അല്ലോ ഭാഗ്യം. ഓക്കെ അഗെയിൻ റൂമിനിങ് ആണ്. ഹെഡ് ചെയ്ത റാഷേ വിയേര. ആൻഡ് ഇറ്റ്സ് ബാജിയോ. എടാ 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 തമാശ കളിക്കല്ലടാ. ഭാഗ്യം. എടാ എന്താടാ ഇങ്ങനെ കളിക്കണ ഞാൻ ഗൈസ്. സോറി ഫോർ ദി ബാഡ് ഗെയിം പ്ലേ. ഭയങ്കര മൂഞ്ചി കളിയായിരുന്നു. ആൻഡ് ഇറ്റ്സ് ബാജിയോ. ഓക്കെ കോസ്റ്റക്കോട്ട എവിടെ അടുത്ത്. എടാ എന്താടാ കാണിക്കണ എല്ലാവരും കൂടി. എവിടെയാണ് ചതുപ്പിലിട്ടെന്നെ പൂത്തുവോ. എടാ സിദോർഫ് ഒന്ന് എടുത്തറ. എടാ എന്താ ഇത് കാണിക്കുന്ന ഇവന്മാരെല്ലാം കൂടി. ഓക്കെ റൂമി. എൻ്റെ പൊന്നെ പീച്ചേഴ്സ് മൈക്കിൾ കൊണ്ട് രക്ഷപ്പെട്ടാ. ഞാൻ എന്ത് മുതുക്കം കളിയാണ്ടാ കളിക്കണേ. എടാ എന്ത് ദാരിദ്ര്യം പിടിച്ച കളിയാണ് കളിക്കണത്. വൺ ഓഫ് ദി വേസ്റ്റ് ഗെയിം പ്ലേ എവർ ബ്രോ ടൂർണമെൻറ്റിൽ. എന്തായാലും നമുക്ക് സബ്ബർ ഗൈസ്. നമുക്ക് എന്തായാലും സൂര്യമാമ എന്തായാലും ഇപ്പം കിടക്കട്ടെ. സൂര്യൻ കിടക്കട്ടെ. 8 വരട്ടെ ഗൈസ്. ക്രോയിഫും കക്കേനും ഉണ്ട് നമുക്ക്. നെയ്മർ വേണ്ട കക്ക മതി. കക്ക എടുക്കട്ടെ. പിന്നെ നമുക്ക് സാബിനെ കൊടുക്കാം. സാബി കൊണ്ടിട്ട് ലിങ്കപ്ലേ ഇടാം. അതായത് നല്ലത്. ലിങ്കപ്ലേ ഇവിടെ. ഓക്കെ ലിങ്കപ്ലേ ഇട്ടുണ്ട്. നോക്കി നോക്കി. എടാ എന്ത് മൂഞ്ചി കളി. എൻ്റെ കണ്ണിൽ നിന്ന് മൂക്കുന്നൊക്കെ വെള്ളം വരുന്നു ഉച്ച കളി കണ്ടിട്ട് തന്നെ. എടാ എന്ത് മൂഞ്ചി കളി ഞാൻ കളിക്കണത്. ഒന്ന് ടോപ്പ് ആവണ്ട് കേട്ടോ. അല്ലെ ശരിയാവില്ല. ഓണായില്ലെങ്കിൽ മൂഞ്ചി. ഓക്കെ പിർലോയാണ് കേട്ടോ എൻ്റെ കോർണർ എടുക്കണേ. പിർലോ എടാ ഹെഡ് ചെയ്തേ. ഓക്കെ നൈസ്. എടാ ഇട്ട് കൊടുക്ക്. അഗെയിൻ മൂഞ്ചി. ആൻഡ് ഇറ്റ്സ് നമ്മുടെ അടുത്തുണ്ട് ക്രോയിഫ്. ആൻഡ് ഇറ്റ്സ് നെസ്റ്റ ടു പെലെ. ഓക്കെ ഒരു കൗണ്ടറിനുള്ള അവസരം ഉണ്ട്. ഓക്കെ പെലെയാണ് ഗൈസ്. ത്രൂ ബോൾ വെക്കാം. ബട്ട് മൂഞ്ചിയ ത്രൂ ബോളായി പോരാടാ അത്. ഹെഡ് തന്നെ. അഗെയിൻ റൂമിനിങ്. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കോസ്റ്റക്കോട്ടെ. അഗെയിൻ ഇപ്പോൾ മിസ് പാസ്സാണ്. എനിക്ക് പന്ത് തരുന്നു. ഞാൻ തിരിച്ചു കൊടുക്കുന്നു അവൻ തന്നെ. ഇതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ എടാ ക്ലിയർ ചെയ്ത. നൈസ് വൺ കോസ്റ്റക്കോട്ടെ. അടിപൊളി. എടാ തുടർന്ന് മൊത്തം മൂഞ്ചലാടാ. വേസ്റ്റ് ഗെയിം പ്ലേ ബ്രോ. വേസ്റ്റ് ഗെയിം പ്ലേ. ഓക്കെ കോർണർ അവൻ്റെ പിർലോയിനാണ് എടുക്കുന്നത്. എങ്ങനെ എടുക്കുന്ന അറിയില്ല. ഷോർട്ട് കോർണർ ആണോ അല്ല. എടാ ഫെർഡി വാ. എടാ എന്തോ ഭാഗ്യമുണ്ട്. ഷുവറിൽ ഒരു 4 എണ്ണം കയറുന്ന ടൈം കഴിഞ്ഞു എനിക്ക്. എന്തോ ഭാഗ്യം കൊണ്ടാണ്. ഓക്കെ എട്ടോ. ആൻഡ് ഇറ്റ്സ് കക്കയാണ് ഗൈസ്. കക്കയാണ്. ചാൻസ് ഉണ്ട് അവിടെ. ഓക്കെ ത്രൂ വെക്കാം. ആൻഡ് ഇറ്റ്സ് പെലെ. അടുപ്പിച്ചൊക്കെ പെലെ. എടാ പെനാൽറ്റി. യെസ് പെനാൽറ്റി ഇട്ടുണ്ട്. അത് നൈസ് ത്രൂ ബോളായിരുന്നു കക്കയുടെ. ഹോ പെനാൽറ്റി ഇട്ടേ. പക്ഷെ ഇത് കയറ്റണ്ടേ പുല്ല്. ഇത് കയറണ്ടേ ഇനി. ഓക്കെ ഗൈസ്. ഓക്കെ അവൻ സബ് ഇറക്കേണ്ടി പോകുന്നുണ്ട്. പെനാൽറ്റി വെച്ചണ്ട്. നമുക്ക് ഇനി ഇതിപ്പോൾ ആരും മാറ്റാനൊന്നുമില്ല. സബിൻ്റെ ഒക്കെ ഓപ്ഷൻ കഴിഞ്ഞ്. ഓക്കെ അവൻ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്കെന്തായാലും റൈറ്റിക്ക് തന്നെ ഷൂട്ട് ചെയ്തായിരിക്കും നല്ലത്. റൈറ്റിക്ക് തന്നെ പൊക്കി കൊടുത്തിട്ടുണ്ട്.
ഓക്കെ റൈറ്റിക്ക് തന്നെ അടിച്ച് ഗോളാക്കിയിട്ട് ഗൈസ് 2-1. ഹോപ്പ് ബട്ട് ഞാൻ മര്യാദയ്ക്ക് ഒരു അറ്റാക്ക് ചെയ്ത് ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ഗെയിൻ ഓൻ്റെ ടച്ച് എട്ടോ ആൻഡ് ഇറ്റ്സ് പാട്രിക് വിയേറ ടു കക്ക അതേതാ പാസ്. ഓക്കെ നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട് മാൾഡീനി ക്രോയിഫ് പെലെ ടു എട്ടോ നൈസായിട്ട് വരുന്നുണ്ട് ഗൈസ്. എട്ടോയാണ്. ഓക്കെ കട്ട് ബാക്ക് വെക്കാം. ഓക്കെ പെലെ ലെറ്റ്സ് ഗോ. ഇറ്റ്സ് 2-2 ഗൈസ്. കിടിലൻ അറ്റാക്ക് ഗൈസ്. ഒരു രക്ഷൂല. കിടിലൻ ത്രൂ ബോൾ പറഞ്ഞ എട്ടോടെ അല്ല പെലേടെ എട്ടോക്ക് എട്ടോടെ റിട്ടേൺ പാസ് ആൻഡ് ഇറ്റ്സ് എ ഗോൾ. 2-0 എന്നൊക്കെ പറയുന്നത്. ഓക്കെ അഗെയിൻ കക്കയാണ്. അടാ ഡിഫൻസ് പിടിച്ചല്ലേ പണി വാളും. പാസ് കൊടുത്തേ പാസ് കൊടുത്ത് സാബ്. എടാ എന്താടാ ഇത്, വീണ്ടും തട്ടിമുട്ടി പോകണ്ടില്ല പന്തോളൊക്കെ. ആൻഡ് ഇറ്റ്സ് കക്ക. എൻ്റെ പൊന്നാളിയ എട്ടോ ഭാഗ്യം ഡിഫ്ലക്ഷൻ വന്നു നെസ്റ്റേടെ വയറ്റിന്. സോ അറ്റാക്കിങ് എന്തായാലും അവനെയാണ് ടോപ്പായിട്ട് അറ്റാക്ക് ചെയ്തേക്കണെന്ന്. ബട്ട് നമുക്ക് കിട്ടിയ അവസരം പായത്തിന് മുതലെടുത്തത്. സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. എഗെയിൻ പിർലോ ആണ് കേട്ടോ ഐസ്. ഓക്കെ ഏട്ടാ അടി ക്ലിയർ ചെയ്ത് നൈസ് വൺ. ആൻഡ് ഇറ്റ്സ് കക്ക. ഓക്കെ ബെല്ലി. ഓക്കെ അമ്മ അടുത്തുണ്ട് ക്രോയിഫ്. എടാ എന്താ അവൻ്റെ ആണല്ലോ ആൾക്കാർ ഫുള്ള് ഫ്രണ്ടിൽ. എങ്ങോട്ട് പാസ് കൊടുത്താലും ഓൻ്റെ മേത്ത് തട്ടിയിട്ട് ഫുള്ള് സാധനം. എട്ടോ ആൻഡ് ഇറ്റ്സ് again guys got Michael deserved a man of the match this match. പെലെ ത്രൂ ബോളൊക്കെ നമുക്ക് എടാ പെലെ ഇതൊക്കെയാടാ കിടിലൻ ത്രൂ ബോൾ കണ്ട്. നീ എന്താണ്ടാ ചെയ്തത്? എടാ ഇറ്റ്സ് പാസ് തന്നെ. ഓക്കെ നൈസ് വിയേര ആൻഡ് ഇറ്റ്സ് ഓക്കെ എട്ടോ ആൻഡ് ഇറ്റ്സ് ക്രോയിഫാണ് ഗൈസ്. ഓക്കെ അടുപ്പിച്ച് നോക്കാം. എടാ ഫസ്റ്റ് പോസ്റ്റിൽ പോയിട്ട് അടിച്ചു മതി. ഞാൻ വെറുതെ ടേൺ എടുക്കാൻ നിന്നറ. എന്ത് ഓപ്പൺ ചാൻസ് ആണെന്നറ അത്. ഇജാതി മണ്ടൻ. ഫസ്റ്റ് പോസ്റ്റിൽ പോയി അടിച്ചാൽ മതിയായിരുന്നു. ഞാൻ വെറുതെ ഇങ്ങോട്ട് ടേൺ എടുത്ത് അടിക്കാൻ നോക്കിയിടാ. ആൻഡ് ഇറ്റ്സ് വിയേര. ഓക്കെ ക്രോയിഫാണ് ഗൈസ്. ആൻഡ് ഷെട്ടോക്ക് എത്തിയില്ല. എടാ എഡി തന്നെ മാൾഡീനി. ഓക്കെ നൈസ് സാബി കക്ക ആൻഡ് ഇറ്റ്സ് പെലെ. ക്രോയിഫെ പന്ത് തിരിച്ചടിച്ചേ. ഓക്കെ നൈസ്. എടാ അത് റെഡി തന്നെ. തമാശ കളിക്കല്ലേ മുത്തേ. റെഡി തന്നെ. ഓക്കെ നൈസ് കോസ്റ്റക്കോട്ടെ ലോഫ്റ്റ് അടിച്ചു. എട്ടോ അഗെയിൻ. ഓക്കെ നൈസ് പിർലോ ടു നെക്സ്റ്റ് വീണ്ടും. ഓക്കെ അങ്ങനെ കളി കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സിമ്പിളായിട്ട് ജയിച്ചായിരുന്നു നമ്മൾ. ആ മണ്ടത്തരം കട്ടിയിടാം ഞാൻ വെറുതെ ടേൺ ചെയ്ത് അടിച്ചു. അവിടെ ഫേക്ക് ഷോട്ട് ആയാലും കുഴപ്പമില്ല. അവനായിട്ട് കളിച്ചാൽ പെട്ട കളിയായിരുന്നു. 8 ഷോട്ട് 8 ഇറക്കിച്ച് 4 ഷോട്ട് 3 ഇറക്കിച്ച് സെക്കൻഡ് ഹാഫിലൊന്നും എനങ്ങാൻ പറ്റിയത്. ഫസ്റ്റ് ഹാഫ് ഒന്നും എനങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ എന്തായാലും ഡ്രോ ആണ് കേട്ടോ നമ്മുടെ റിസൾട്ട്. ടീം ടൂർണമെൻറ്റ് അറിയാലോ നമുക്ക്. സോ ഡ്രോ ആണ്, കുഴപ്പമില്ല. നൈസ് കളിയായിരുന്നു. അവൻ്റെ റൂമിയാണ് കേട്ടോ മാൻ ഓഫ് ദി മാച്ച്. നമ്മുടെ പെല്ലെ എട്ടോ പീച്ചസ് മൈക്കിൾ കുഴപ്പമില്ല. പെല്ലെ തന്നെയാണല്ലോ പെനാൽറ്റി നേടിയെടുത്തത് അതൊക്കെ അടിച്ചൊക്കെ. സോ ഇത് റൂമിയുടെ ഫസ്റ്റത്തെ ഗോള്. ഇതിന് ഐസ് ത്രൂ ബോളായിരുന്നു. ഞാൻ അവിടെ ബാറും അടിച്ചിട്ടുണ്ട്. അവൻ്റെ ഇവിടെ ഒന്ന് ബാറും അടിച്ച് കയറി. അത് നമ്മുടെ ബാറും അടിച്ച് കയറി എന്താ ഏത് ത്രൂ ബോളൊക്കെ ബാജുവൻ്റെ മാൾഡിയുടെ മുന്നിൽ കൂടെ ഒരു കേളിങ് ബോൾ. ത്രൂ ബോൾ പറഞ്ഞാൽ അതാണ് ത്രൂ ബോൾ. ഇത് ഏത് ഔട്ട് സൈഡാണ് അവിടെ ചെല്ലല്ല കേളി ചെയ്ത്. നൈസ് ഷോട്ടായിരുന്നത്. ഇത് റൂമിയുടെ തന്നെ നൈസ് ചിപ്പ് ബോളായിരുന്നു അവിടെ. അത് ആരാ കൊടുത്തത്? ഗുള്ളിച്ച് തോന്നുന്നുണ്ടല്ലേ. അല്ല ക്രോയിഫാണ് ഗൈസ്. സോ അങ്ങനെ 2-2 ആയി. പിന്നെ ഇത് 2-0 ആയി. ഇത് പെനാൽറ്റി ഗോൾ അടിച്ച്. എട്ടോയുടെ പെനാൽറ്റി ഇത് PC-യിലത്തെ പോലെ ആക്കണം. പുറത്തേക്കും പോകണം, നല്ല രസമുള്ളൂ. ഇതായിരുന്നു കിടിലൻ ത്രൂ ബോള്. പെലയുടെ ഒരു കിടിലൻ ത്രൂ എട്ടോക്ക്, എട്ടോടെ ഒരു കിടിലൻ ത്രൂ പെലയ്ക്ക് ഫിനിഷ്. അത്ര ടോപ്പ് കോർണർക്ക് നല്ല അടിച്ചത്. ടോപ്പല്ല, അത്ര കോർണർക്ക് നല്ല അടിച്ച സാധനം. ബട്ട് ഗോളായി. ഫിനിഷിങ് മാച്ചേഴ്സ്. ഇത് വാൻ ബാസ്റ്റിൻ്റെ ഷോട്ട്. അവസാനത്തെ നമ്മുടെ ഷോട്ട് കണ്ട് വാൻ ബാസ്റ്റിൻ്റെ. അത് നമ്മുടെ ചെക്കൻ കിട്ടില്ല. ഒരു രക്ഷയില്ല. റീച്ചിൽ വന്നുകൊണ്ട് ഭാഗ്യം മുക്കിക്കാണ് കയറിയിരുന്നത്. ഇതായിരുന്നു ആ അവസരം ഗൈസ് ക്രോയിഫിന് ഇട്ട്. ഇത് ഏതാ ബോൾ ഉണ്ടായിരുന്നു എട്ടോടെ. അത് ശരിക്കും മുക്കിക്കൊന്നും അടിച്ചാൽ മതി. ഞാൻ ഒരു ടേൺ എടുത്ത് അടിക്കാൻ നോക്കി. ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര പൂറൻ്റെ. ഭയങ്കര പൂർ. എന്തായാലും കുഴപ്പമില്ല. കളി എന്തായാലും ഡ്രോ ആണ്, തോറ്റിട്ടില്ല വായത്തിന്. സോ ഗൈസ് എന്തായാലും കളീനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യട്ടോ. മോശം കളിയായിരുന്നു അറിയാം. എന്തായാലും ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ കൂടുതൽ ആൾ പിടിച്ചേക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് റാങ്ക് പുഷിലൊക്കെ നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇവിടേക്ക് വരുമ്പോഴാണ് ഈ മൂഞ്ച് കളി കളിക്കുന്നത്. അതൊന്ന് ശരിയാക്കി എടുക്കണം. കുഴപ്പമില്ല. എന്തായാലും കളീനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും ഒക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.